ഇന്നത്തെ അറിയിപ്പുകൾ. കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പുതിയ അലാം സംവിധാനം. പ്ലാറ്റ്ഫോമിലെ മഞ്ഞ വര കടന്നാൽ ഇനി വിസിലിന് പകരം സൈറൺ മുഴങ്ങും. ഇടപ്പള്ളി സ്റ്റേഷനിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം കൂടുതൽ സ്റ്റേഷനുകളിൽ വ്യാപിപ്പിക്കും. മെട്രോ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലെ മഞ്ഞവരയിൽ ചവിട്ടിയാൽ ഇനി വിസിലിനു പകരം അലാം മുഴങ്ങും. പ്ലാറ്റ്ഫോമിലെ മഞ്ഞവര കടക്കാൻ പാടില്ലെന്നാണ് നിയമം. ട്രെയിനിൽ കയറാനോ ഇറങ്ങാനോ വേണ്ടി മാത്രമേ മഞ്ഞവര കടക്കാൻ പാടുള്ളൂ. അല്ലാതെ കടന്നാൽ വിസിലൂതി സെക്യൂരിറ്റി ഗാർഡ് അടുത്തേക്ക് വരും. ഈ രീതി പരിഷ്കരിക്കാൻ KMRL സ്വന്തമായി സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം യെല്ലോ ലൈൻ ക്രോസിംഗ് ഡിറ്റക്ഷൻ ആൻഡ് വാർണിംഗ് സിസ്റ്റം എന്നാണ് പുതിയ സംവിധാനത്തിന്റെ പേര്. പ്ലാറ്റ്ഫോമിന്റെ രണ്ടറ്റങ്ങളിലും ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ 2 ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും മഞ്ഞവരയ്ക്ക് സമാന്തരമായി ഇൻഫ്രാറെഡ് രശ്മികളുണ്ട്. ഇത് തടസ്സപ്പെട്ടാൽ ഉടൻ സൈറൺ മുഴങ്ങും. ലൈൻ ക്രോസ് ചെയ്യുമ്പോഴാണ് ഇൻഫ്രാറെഡ് രശ്മികൾ തടസ്സപ്പെടുന്നത്. ഏറ്റവും തിരക്കുള്ള ഇടപ്പള്ളി സ്റ്റേഷനിൽ ഇത് സ്ഥാപിച്ച് 2 വർഷമായി. ഇവിടെ വിജയമെന്ന് കണ്ടതിനാൽ കല്ലൂർ സ്റ്റേഡിയം സ്റ്റേഷനിലും ഇപ്പോൾ നടപ്പാക്കി. 10 സ്റ്റേഷനിൽ കൂടി നടപ്പാക്കാൻ ആലോചനയുണ്ട്. പുതിയ സംവിധാനം നടപ്പാക്കിയാലും സെക്യൂരിറ്റി ഗാർഡുകളുടെ നിരീക്ഷണം തുടരുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് വിതരണം ചെയ്യാനായി 1.77 കോടി രൂപ ചെലവഴിച്ച് വാങ്ങിയ മെൻസ്ട്രൽ കപ്പുകളിൽ 90%-ലധികവും വിതരണം ചെയ്തില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. വിതരണത്തിൽ വീഴ്ച വന്ന കാര്യം നിർവഹണ ഉദ്യോഗസ്ഥ അംഗീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. HLL-ൽ നിന്ന് 1.77 കോടി രൂപ ചെലവഴിച്ച് 59,338 മെൻസ്ട്രൽ കപ്പുകളാണ് സ്ത്രീകൾക്ക് വിതരണം ചെയ്യാനായി കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വാങ്ങിയത്. എന്നാൽ 3 മാസത്തിനിടെ 6,000-ൽ താഴെ മാത്രമാണ് വിതരണം ചെയ്തത്. 53,594 എണ്ണം വിതരണം ചെയ്യാതെ ബാക്കിയായെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിതരണത്തിൽ വീഴ്ച വന്ന കാര്യം നിർവഹണ ഉദ്യോഗസ്ഥ അംഗീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. നഗരപരിധിയിലെ സ്കൂളുകൾ, കോളേജ് വിദ്യാർത്ഥിനികൾ, സർക്കാർ ഓഫീസുകളിലെ സ്ത്രീകൾ, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നിവരെ ഗുണഭോക്താക്കളായി കണക്കാക്കിയാണ് പദ്ധതി തുടങ്ങിയത്. പിന്നീട് ഇത് മാറ്റി നഗരപരിധിയിലെ സ്ത്രീകളെന്നാക്കി. 2025 ഏപ്രിൽ 30-ന് മെൻസ്ട്രൽ കപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നിരുന്നു. പിന്നീടുള്ള 3 മാസങ്ങളിൽ മാത്രമാണ് വിതരണം നടന്നത്. ആദ്യഘട്ടത്തിൽ ഓരോ വാർഡിലേക്കും 438 കപ്പുകൾ വീതം വിതരണം നടത്താനാണ് തീരുമാനിച്ചത്. എന്നാൽ 3 മാസത്തിനിടെ 15 വാർഡുകളിലായി 5,744 കപ്പുകൾ മാത്രമാണ് നൽകിയത്. കോർപ്പറേഷൻ ആരോഗ്യ ശുചിത്വ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പല പദ്ധതികളിലും കൃത്യമായി പഠനം നടത്താതെ ചെയ്തതിനാൽ കാര്യക്ഷമമായില്ലെന്നും നഷ്ടങ്ങൾ ഉണ്ടായെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ട്. നഗരത്തിൽ സ്ഥാപിച്ച ഇരട്ട ബിന്നുകളുമായി ബന്ധപ്പെട്ട 5 ലക്ഷത്തിലേറെ രൂപയുടെ അധിക ചെലവുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എവിടെയൊക്കെ ബിൻ വയ്ക്കണമെന്ന് പഠനം നടത്താതെ ആസൂത്രണമില്ലാതെ വെച്ചതിനാൽ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനിടെ പത്തനംതിട്ടയിൽ ഉഷ്ണതരംഗ സാധ്യതയെന്ന് റിപ്പോർട്ട്. ജില്ലയിലെ അവധിക്കാല ക്ലാസുകൾ നിരോധിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 12 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ടയിലെ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെ അവധിക്കാല ക്ലാസുകൾ നിരോധിച്ച് ജില്ലാ കളക്ടറാണ് ഉത്തരവ് ഇറക്കിയത്. എല്ലാ സ്കൂളുകളിലെയും ട്യൂഷൻ സെന്ററുകളിലെയും വേനൽക്കാല അവധിക്കാല ക്ലാസുകളും നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. നിലവിൽ 12 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാം. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ മാസം 24 വരെ കനത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ കിട്ടിയേക്കും. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.